ആ ഫയൽമാനെ മനസ്സിലായോ? ശ്രീധര മാമ ഇന്ന് എത്ര നടന്നറിയോ? 5 കിലോമീറ്റർ. അയ്യോ, ഇങ്ങനെ നടക്കാൻ തുടങ്ങിയ ആ നൂല് പോലും ആവൂലോ വക്കീലേ. BP കുറഞ്ഞു. ഓ, മറ്റവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. ആരെ? ഷുഗറേ. ഓ, പാവയ്ക്ക വിസരിക്കാൻ സമയായി. അല്ല, കക്ഷിയെ മനസ്സിലായില്ലല്ലോ. രവിക്ക് മനസ്സിലായില്ലേ കക്ഷി? സുനന്ദയുടെ ഭർത്താവല്ലേ? അയ്യോ, എങ്ങനെ മനസ്സിലായി? അത് തന്നെ കണ്ടറിഞ്ഞൂടെ? ഇത് തന്റെ രണ്ടാമത്തെ അളിയൻ രവീന്ദ്രനാഥൻ. ഓ, സുനന്ദ പറഞ്ഞിട്ടുണ്ട്. നാട് വിട്ടുപോയ കക്ഷിയല്ലേ? കൊള്ളാം. എപ്പോ വന്നു? രാവിലെ. ഞാൻ 5:30 മണിക്ക് മോർണിംഗ് വാക്കിന് പോകും. ഡെയിലി നടക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പാവയ്ക്ക് വിസരിക്കാൻ സമയമായി. സുനന്ദേ. വക്കീല, അഡ്വക്കേറ്റ് പാറശ്ശേരി കുട്ടികൃഷ്ണമേനോന്ന് കേട്ടിട്ടുണ്ടോ? ഹൈക്കോടതിയിൽ ഒന്നാമനാ. പുലി എന്ന് വെച്ചാ പുലി, പക്ഷെ കാശിനാർത്തിയ. വാ തുറക്കണമെങ്കിൽ 100ന്റെ കെട്ട് മുന്നിൽ വെക്കണം. അദ്ദേഹത്തിന്റെ മൂത്ത മോനാ ഇത്, അഡ്വക്കേറ്റ് ഗംഗാധരമേനോൻ. അച്ഛനെ പോലെ അല്ല, കോടതിക്കകത്ത് ആണാണെങ്കിൽ വാ തുറക്കില്ല. എന്നാലോ ഈ ഓട്ടവും ഊണും പാവയ്ക്കാനീരും മിടുക്കനാ. എന്താ എല്ലാരും ഒഴിഞ്ഞു മാറി നിക്കണേ? ഡാ അർജുൻ, നിന്റെ അനിയത്തിമാരെ ചെറിയടാ, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയടാ. വാട്ട്സ് യുവർ നെയിം? ഹിന്ദിയിൽ ചോദിക്കടാ. സുജാജി, he doesn't know Hindi, but he got big 0 in Hindi. ഓടി. നാ കാപ്പി കുടിച്ചോ? കുടിച്ചോക്കെ. എന്താണ് ഹിന്ദിയില്? മലയാളം പറഞ്ഞാൽ മതി, മനസ്സിലാവും. മലയാളം അറിയോ? അയ്യോ, എങ്ങനെയാ പഠിച്ചേ? അവിടെയൊക്കെ മലയാളം ഉണ്ടോ? അച്ഛൻ പഠിപ്പിച്ചതാ. ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. കേട്ടോടാ, അങ്ങനെയാ കുട്ടികള്. അമ്മയ്ക്കറിയാം മലയാളം? ഉവ്വുമായി പറഞ്ഞാ മനസ്സിലാവും. അയ്യോ, വർത്താനം പറയാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുന്നു ഞാൻ. ഓ, സമാധാനായി. എന്താ എല്ലാരും ഇവിടെ? എടി സുജേ, ഇതുവരെ 2 ചായ എന്റെ റൂമിലേക്ക് തരാൻ പറ്റില്ല നിനക്ക്? പറ്റിയില്ല. അതെന്താന്നാ ചോദിച്ചേ? എനിക്ക് മനസ്സില്ല. ഞാൻ നിങ്ങളുടെ വേലക്കാരിയാ, എന്നെ ഭരിക്കണ്ട. ഞാൻ പിന്നെ നിന്നെ തൊഴണോ? ആസത്ത്, ഇതാരെ എവിടെ കൊണ്ടുവച്ചേ? ആരാത്? രവി അങ്കിൾസ് വൈഫ് ആൻഡ് ഡോട്ടേഴ്സ്. വിച്ച് രവി അങ്കിൾ? That I don't know. Mummy told me. കുറച്ച് ദിവസമായി വിരുന്നുകാർക്കൊരു കുറവുമില്ലല്ലോ. മണി, ഒരെണ്ണത്തിന് വിളിച്ച കേക്കില്ല. തിന്നു മുടിക്കാൻ എല്ലാരും ഉണ്ട്, ഒരാവശ്യത്തിന് ആരുമില്ല. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന്റെ പടങ്ങൾ കാണായിരുന്നു. ആരാ? ഹരി എവിടെ? അവൻ പല്ല് തേക്കണു. ഞാൻ വരുമ്പോ അവൻ ഭയങ്കര ഉറക്കം. പണ്ടേ ഉറക്കപ്രാന്തനാ. നിങ്ങൾ ആരാ? നീന, നിനക്ക് ആളെ മനസ്സിലായില്ലേ? രവിയേട്ടൻ. യോ ബ്രദർ. ഞാൻ പറയാറില്ലേ രവിയേട്ടന്റെ കാര്യങ്ങള്. പണ്ട് ഞാൻ എന്തൊക്കെ വികൃതി ഒപ്പിച്ചാലും അച്ഛന് നടി രവിയേട്ടന്. ഇപ്പൊ പറയരുത് രവിയേട്ടൻ. മതി മതി, തുപ്പ്. ബ്രഷിങ് കഴിഞ്ഞിട്ട് മതി സംസാരം. എന്റെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടു. കോഫി വേണ്ട. അപ്പോ പിന്നെ വരൂ. ഓ, ഞാൻ പിന്നെ വരാം. രവിയേട്ടൻ പോയോ? പോയി. ഇരിക്കാൻ പറയായിരുന്നില്ലേ? ഞാനൊന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു സംസാരിക്കണ്ടെന്ന്. ചെല്ല്, താഴെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. നീ കണ്ടോ? കണ്ടു. ആഹാ, വെള്ളപ്പൊക്കം ദുരിതം എന്നൊക്കെ പറഞ്ഞ് ഗുജറാത്തിൽ നിന്ന് ബീഹാറിൽ നിന്നൊക്കെ ചില അഭയാർത്ഥികൾ വരാറില്ലേ? കണ്ട അതുപോലുണ്ട്. വെറുതെ ഒന്ന് ചിരിക്കാതെ എന്തെങ്കിലും ചോദിക്കാതേട്ടാ. അതിനെനിക്ക് ഇന്ത്യ അറിയണ്ടേ? രാധാകൃഷ്ണ, അന്വേഷിച്ച ഒരിടത്തും കാണില്ല. അല്ലെങ്കിൽ വേണ്ടടുത്തും വേണ്ടാത്തടത്തൊക്കെ ഉണ്ട്. ഒന്ന് ഒപ്പന ഫ്ലൈറ്റ്. നിനക്ക് തോന്നുന്ന സമയം എത്തിയാ മതിയോ? എന്ത് പറഞ്ഞാലും അല്ല, ഇതെന്താ ഇവിടെ ഒന്നിങ്ങനെ നിലത്തിരിക്കണേ? അന്തരായേ പർവാനേ. എന്താ? അകത്തേക്ക് വന്ന് ഇരിക്കാൻ പറയായിരുന്നു. ഇഷ്ടമുള്ളടത്തിരിക്കട്ടെ, വിരുന്നുകാരനല്ലോ. മോളിലൊരു മുറി ശരിയാക്കണ്ട്. എന്തു പറ്റി? പിന്നെന്താ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷം.
പണ്ടിതായിരുന്നു അച്ഛൻ്റെ മുറി. ആരെങ്കിലും വിരുന്നാര് വരുമ്പോഴേ തുറക്കൂ. അടച്ചിട്ടിട്ടാ ഒരു പൊട്ട മണം. ഒരു ചന്ദനത്തിരി കത്തിച്ചിരിക്കാം അല്ലേ? അല്ല, കുട്ടി ഏതാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. അവള് ശ്രീധരമൂത്താരുടെ മോളുടെ മോളാ. പ്രേമേടെ പ്രേമയും ഭർത്താവൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? ഭർത്താവ് വേറെ പെണ്ണ് കെട്ടി. അപ്പൊ പ്രേമ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. അയ്യോ, കടന്ന് പോടി അവിടുന്ന്. കഥ പറച്ചില്. മോളെ നീ ഞാൻ നിങ്ങളുടെ മോളൊന്നുമല്ല. മോള് എന്താ അച്ഛാ ചേച്ചി ദേഷ്യപ്പെട്ടെ? അച്ചാച്ചി നമ്മുടെ ആരാന്നാ പറഞ്ഞ? അത് അച്ഛന് വേറൊരു പെങ്ങള് കൂടി ഉണ്ടായിരുന്നു. ശ്രീധരൻ മുത്തച്ഛൻ്റെ മോള് പ്രേമലത അമ്മായി. ആ അമ്മായിയുടെ മോളാ ചേച്ചി. ആ അമ്മായി ഇപ്പൊ എവിടെയാ അച്ഛാ? പണ്ടും എനിക്ക് അതാ വിധി. കാര്യത്തോട് അടുക്കുമ്പോ സുനന്ദ പുറത്ത്. ഒരു ഡ്രസ്സ് എടുക്കുമ്പോ പോലും അതെ, എല്ലാവർക്കും നല്ല നല്ല ഡ്രസ്സ്, എനിക്ക് മാത്രം പൊട്ട. പഠിക്കാനാണെങ്കിൽ 24 മണിക്കൂർ പഠിപ്പ്. എന്നിട്ട് BEd റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. ഇളിക്കണ്ട. അതുപോലെ തന്നെ എന്റെ കല്യാണം. പൊന്നും വേണ്ട, പണവും വേണ്ട, ഞങ്ങക്ക് പെണ്ണിനെ മാത്രം മതിയെന്നും പറഞ്ഞ് നല്ല പുലിവീരന്മാര്, അമ്പിള്ളേരെ തന്തമാര് എന്റെ അച്ഛന്റെ പുറകെ നടന്നതാ അല്ലേടി? എന്നിട്ട് എനിക്ക് കിട്ടിയതോ ഒരു കോന്തൻ. ഞാനിത് കേൾക്കണം. അത്രയ്ക്ക് ഞാൻ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ലേ എങ്ങാരേട്ടാ? എന്നാൽ ഇങ്ങനെയൊക്കെ പറയാവോ സുനന്ദേച്ചി? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ സുരേഷേ. നിനക്കറിയാലോ, അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്റെ വീടും കുടുംബവും ഇട്ടെറിഞ്ഞു ഒരു കൊല്ലം ഇവിടെ വന്ന് നിൽക്കണം. കഴിഞ്ഞ 7 ദിവസമായി ഒരു മോളെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. അങ്ങനെ നോക്കിയതാ ഞാൻ എന്റെ അമ്മയെ. എന്നിട്ടിപ്പോ സുഖമായപ്പോ അമ്മയ്ക്കിപ്പോ ഞാൻ വേണ്ട, ആ ഹിന്ദിക്കാരി മതി. നീ പറ, ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? സുനന്ദേച്ചി ഹോ, എനിക്ക് കണ്ണീര് കാണാൻ വയ്യ. ദേ ഇപ്പൊ കേറി എനിക്ക് BP. ആണോ? എന്നാ അതെടുത്ത് കുടിക്കേ. ഇത് ഷുവറാ. എന്താ നീ കരണേ? ഒന്നുമില്ല. അമ്മ സീതനെ വിളിച്ചതാണ് കാര്യമെങ്കില് അവൾ അമ്മയുടെ മുറിയിലല്ല കിടക്കണേ. എടുത്ത് കിടന്നോട്ടെ, എനിക്കെന്താ? അമ്മ ഇല്ലാണ്ട് വളർന്നവള്. അതുകൊണ്ട് നമ്മുടെ അമ്മയെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് എന്താ കാര്യം? അവൾക്ക് ഭാഷ അറിയില്ലല്ലോ. രാത്രി അമ്മയ്ക്കൊരു ആവശ്യം വന്നാൽ അവൾക്ക് മനസ്സിലാവില്ല. പിന്നെ എത്രയായാലും അവള് മരുമോളല്ലേ, നിന്റെ അത്ര ഒക്കുവോ? ഏട്ടനത് മനസ്സിലായല്ലോ, എനിക്കത് മതി. എന്റെ ഏടത്തി, എനിക്ക് ഏടത്തിയോട് ഒരു വിഷമവും ഇല്ല കേട്ടോ. ഏടത്തി കുറച്ചു ദിവസമല്ലേ ഇവിടെ ഉണ്ടാവൂ. ഇവിടെ വേറെ ഉണ്ടല്ലോ ചില നീത്യാരമ്മമാര്, അവര് ചിലത് മനസ്സിലാക്കണം. അതിന് ഞാൻ ചില കാര്യങ്ങൾ പറയും. എന്റെ ഏട്ടാ, പരദൂഷണം പറയുന്ന സ്വഭാവം പണ്ട് നാളെ എനിക്ക് ഇല്ലാതെ ഏട്ടനറിയാലോ. ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, ഒരു മിസ് ഇന്ത്യ, ഏതോ വലിയ രാജകൊട്ടാരത്തിൽ ജനിച്ചു വളർന്നു എന്നാ ഭാവം. ഒരു കള്ളച്ചടക്കാരന്റെ മോളാ. ആ മുറിന്ന് ഇറങ്ങും സർക്കിട്ട് പോവാൻ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ല. അവനാണെങ്കിലോ അവള് വേണ്ടെന്ന് പറഞ്ഞാ മൂട്ട ഒഴിക്കില്ല. ഉണ്ടായ കാശം മുഴുവൻ കൊണ്ട് ആ തന്തയുടെ കൂടെ കൂടി ഒരു ചാരായ കമ്പനി തുടങ്ങി. അത് പൂട്ടി. നമ്മുടെ അമ്മയുടെ മുറി കയറാനേ അവൾക്ക് അറപ്പാന്ന്. അവളെ പറഞ്ഞിട്ടെന്താ, സ്വന്തം മോള് കയറണില്ല. ദുബായ്ക്കാരന്റെ ഭാര്യയല്ലേ, മാസാമാസം ഡ്രാഫ്റ്റ് വരും. എന്നാ നമ്മുടെ അമ്മയ്ക്ക് അനാസി വാങ്ങിക്കാൻ ഒരു പൈസ. അവന്റെ വീട്ടിലെ അവക്ക് സുഖം പോരാന്ന്. അമ്മായിമ്മയും മരുമോളും എന്നും കീരിയും പാമ്പോ. പരദൂഷണം അല്ല കേട്ടോ, ഏട്ടനും ഏടത്തി മനസ്സിലാക്കണം. അതെന്നെ. മേഴ്സിയേ, എന്താ അമ്മയുടെ മുറിയിലെ എന്റെ കിടക്കയുടെ വിരി ഒന്ന് മാറ്റിക്കോളൂ. ദേ, ഈ നേഴ്സ് ഉള്ളതാ എനിക്ക് ആകെ ഒരു സഹായം. പക്ഷെ അതും ഇവിടുത്തെ ന്യൂസ് പിടിക്കാൻ ആ ഡോക്ടർ അമ്മ വെച്ചതാ. ഇവിടെ ഇപ്പൊ മക്കളും മരുമക്കളുമായിട്ട് നമ്മൾ എല്ലാരും ഇല്ലേ? എന്നിട്ടും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു നഴ്സിനെ വെക്കണം. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ദേ, ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയെന്നറിയോ? ഇനി ഞാൻ ഏറ്റു. മേഴ്സി, ഇതെങ്ങോട്ടാ? ഞാൻ പോവാണ്. അയ്യോ, അതെന്താ? അമ്മച്ചി പറഞ്ഞു പൊയ്ക്കോളാൻ. പിരിച്ചുവിട്ടോ? അയ്യോ. മേഴ്സി ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മേഴ്സി എന്നെ ഒന്ന് വിളിക്കേ. മേഴ്സിക്ക് ഞാൻ മസ്കറ്റിലൊരു ജോലി ശരിയാക്കി തന്നാലോ? തരട്ടെ? മേഴ്സിക്ക് ഇഷ്ടമല്ലേ ഗൾഫ്? എനിക്ക് പാസ്പോർട്ട് ഇല്ല. അതാണോ കാര്യം? അതിനെന്താ, ഒരു പാസ്പോർട്ട് എടുക്കണം. അതിനെത്രയാ പൈസ വേണ്ടെന്ന് വെച്ചാ ഞാൻ തരാം. എൻ്റെ കൈ കാർഡില്ല, ഇവിടെ വിളിച്ചാൽ മതി. ഞാൻ പോട്ടെ. ഓ, എന്താടി? എന്താ?
എന്തിനാ നിനക്ക് ഈ വേണ്ടാത്തൊരു ഗൗരവം? ഞാൻ നിനക്ക് നല്ലൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? എന്താ? ഒരു സ്പ്രേ. ആഹാ, ആ, നല്ല മണ. ആണോ? ആ. എന്നാലേ എനിക്ക് വേണ്ട. ആഹാ. എന്താ? കണ്ണീന് പൊൻകണി. എന്താ? ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. ഒബ്ലാഞ്ചസ് ടെക്ലിപ്തോസ്. എന്താ എന്താ വേണ്ടേ? സുനന്ദേച്ചി ഇല്ലേ? എന്തിനിപ്പോ സുനന്ദേച്ചി? ചേച്ചി എന്താ? ആ, ഇനി മതി, അകത്തേക്ക് കയറിപ്പോ. നീ അല്ലേ സുനന്ദ പറഞ്ഞു 1 മണിക്കൂർ വ്യായാമം ചെയ്യണമെന്ന്? പറഞ്ഞനുസരിച്ചാ മതി. ആ. അകത്തേക്ക് കയറിപ്പോണ്ട് മനുഷ്യ. ഇതാ ഇപ്പൊ നന്നായി. ഓരെ കണ്ടാല സുരേഷിനെ പോലെ പല്ലിച്ചങ്ങ് നിന്നോളൂ. എന്താടി? മോരുണ്ടെങ്കിൽ നാഴി മോര്. ഇവിടെ മോരൊന്നും ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ ഇല്ല. എന്താടി? മോര്. ഇത്തിരി മോര് കൊടുക്കാറുന്നില്ലേ അടുത്തേ? എന്താ? ഏയ്, ഒന്നുമില്ല. ആ ആ. ആരെ എടുത്തിയോ? അല്ല മോര്. ആ, പോയി. സുനന്ദക്ക് ഇപ്പോഴും എന്റെ സംശയ. സംശയിക്കണല്ലോ, പെണ്ണുങ്ങൾ കണ്ടാ വിടുവോ? ഞാൻ നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് കാണും. ആ പാടത്തിനടുത്ത വീട് ഒറ്റയ്ക്ക ഒരു വീട്ടില്. രാത്രി. ആ, പാവം. ഇതാ ഇവിടുത്തെ അറിയാനും. ഇവിടെ ജീവനുള്ള അരണ്യങ്ങളോ ഒന്നുമില്ല അല്ലേ ചേച്ചി? ഇത് നീ ഇതുവഴി കാണിച്ചു തരട്ടെ. ഇതെന്താ കുളത്തിലെ കളി? പോ 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 പോ. എനിക്ക് നീന്തേണ്ട നേരായി. അയ്യോ, ഞങ്ങളുടെ അരണ്യങ്ങള്. അരയന്നങ്ങളാ? എവിടെ? ദാ. ഓ, ഇതാണ് അരയന്നങ്ങള്. ചെറിയച്ഛ, എന്താ ഇത്? പാവം ശൈത്താൻ. ഏലം ഏലം ഏലേലം. നീന്താൻ അറിയില്ല സാധനത്തിന്. ഹിപ്പോപ്പൊട്ടാമസിനെ പോലെ ഉണ്ട്. ആഹാ ആഹാ ഹീ ഹീ. ഒരു തമാശ ആയിട്ട് തരട്ടെ. എന്താടി ഇടി അസത്തെ വിടെ പൊങ്ങം. ഞാൻ പഠിപ്പിക്കാൻ നീന്താൻ. നിന്റെ ചെറിയമ്മ അരച്ചിട്ട് പറ്റിയിട്ടില്ല. പിന്നെയാണ് നീ ഇവിടെ വിടറി മുമ്പടി എടി അസത്തെ വിടാൻ. ഞാനിപ്പോ മുങ്ങിപ്പോ കാറ്റ് പോണി. അയ്യോ അയ്യോ ഓടി വന്നേ. അയ്യോ അറിയപ്പെടുന്ന ആളാണ്. അയ്യോ ഞാൻ പത്തിട്ട് പിന്നെ പോയി. അയ്യോ ചേച്ചി, അയ്യോ ചത്തുപോകും. ഇത്തിരി വെള്ളം കുടിക്കട്ടെ, അപ്പൊ നീടാ.